വി.ഡി. സവർക്കറുടെ ഐതിഹാസിക സ്വാതന്ത്ര്യസമര പോരാട്ടത്തെ ഓർമ്മപ്പെടുത്തി ചോദ്യപേപ്പർ. മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ് ഉപജില്ലയിലെ സ്കൂളുകളിലെ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ചോദ്യാവലിയാണ് ശ്രദ്ധേയമായത്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ ഏറ്റവുമധികം കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച പോരാളി ആര് എന്നതായിരുന്നു ചോദ്യം. LP വിദ്യാർത്ഥികൾക്കായുള്ള ഫ്രീഡം ക്യൂസിന്റെ ചോദ്യാവലിയിലാണ് ഈ ശ്രദ്ധേയമായ ചോദ്യമുള്ളത്. അനഘ ഹർഷൻ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ചേരുകയാണ്. അനഘ, ഭാരതത്തിന്റെ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ 27 വർഷക്കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച മറ്റാരും തന്നെ ഇല്ല എന്ന വസ്തുത ഇവിടെ നിലനിൽക്കുകയാണ്. വി.ഡി. സവർക്കറിനെതിരെയുള്ള വലിയ ദുഷ്പ്രചരണം കേരളത്തിൽ അധികാരത്തിലിരുന്ന സർക്കാരുകളും ഇവിടുത്തെ ഒരു വിഭാഗം സിൻഡിക്കേറ്റും നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഈ ചോദ്യപേപ്പറിലെ ചോദ്യം കൃത്യമാണ്. എന്താണ് ഈ ചോദ്യപേപ്പറിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ? സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ചോദ്യപേപ്പറിനെ പ്രശംസിച്ചുകൊണ്ടും ഇതിനെ എതിർത്തുമൊക്കെയുള്ള കമന്റുകളൊക്കെ ധാരാളമായി വരുന്നുണ്ടല്ലോ. തീർച്ചയായും ഗൗതം, യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ തലതൊട്ടപ്പൻ എന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് വി.ഡി. സവർക്കർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനി. പക്ഷേ കേരളത്തിലെ പലപ്പോഴും ഈ വി.ഡി. സവർക്കറുടെ വീരോചിതമായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളൊക്കെ തമസ്കരിക്കുന്ന, മനഃപൂർവ്വം മറച്ചുവെക്കുന്ന ശ്രമം കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നതാണ്. എന്നാൽ അത് മറനീക്കി പുറത്തു വരികയാണ്. യഥാർത്ഥ ചരിത്ര സത്യങ്ങൾ ഓരോന്നും പുറത്തു വരികയാണ് എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്കൂളുകളിൽ ഉള്ള ഒരു ചോദ്യപേപ്പറിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഏറ്റവും അധികം കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര പോരാളി ആര് എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം അത് വി.ഡി. സവർക്കർ എന്ന് തന്നെയാണ്. ആ ചോദ്യത്തിൽ യാതൊരു തെറ്റുമില്ല. യഥാർത്ഥമായിട്ടുള്ളൊരു സത്യം, ആ സത്യമാണ് ആ ചോദ്യമായി പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഈ ചോദ്യത്തിന് പിന്നാലെ സമൂഹത്തിലെ ഒരു വിഭാഗം വലിയ രീതിയിലുള്ള അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയവർക്കെതിരെയും ഈ ചോദ്യപേപ്പർ നൽകിയ സ്കൂളിനെതിരെയുമൊക്കെ വലിയ വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത്. മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ് ഉപജില്ലാ സ്കൂളുകളിലെ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ചോദ്യപേപ്പറിലാണ് ഈ വി.ഡി. സവർക്കറെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടായിരുന്നത്. അതിൽ LP സ്കൂളുകൾക്കായുള്ള ഫ്രീഡം ക്വിസിന്റെ ചോദ്യാവലി ആയിരുന്നു എന്നുള്ളതാണ്. 3 ഉപജില്ലകളിലെയും സോഷ്യൽ സയൻസ് ക്ലബ്ബ് അസോസിയേഷൻ ചുമതലയുള്ള അധ്യാപകരാണ് ഈ ചോദ്യം തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ചോദ്യത്തിന് കൃത്യമായി ഈ സ്കൂളിലെ കുട്ടികൾ അതിന് ഉത്തരം എഴുതുകയും ചെയ്തിട്ടുണ്ട്. അവർ എഴുതിയ ഉത്തരം അത് വി.ഡി. സവർക്കർ എന്ന് തന്നെയായിരുന്നു. ഇങ്ങനെ ഈ ചോദ്യം പക്ഷേ വലിയ രീതിയിൽ ഇപ്പോൾ വിവാദമാക്കുകയാണ് മറ്റു പലരും. ഇത്തരത്തിൽ ഈ സവർക്കറെ എന്തിനാണ് ഇങ്ങനെ ഈ ചോദ്യപേപ്പറിൽ എന്തിനു വന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥമായി ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇത്രയധികം കാലം ജയിൽവാസം അനുഭവിച്ച മറ്റൊരു സ്വാതന്ത്ര്യ സമര പോരാട്ടമില്ല. തൻ്റെ യൗവനകാലം മുഴുവൻ ഒരു അഴിക്കുള്ളിലേക്ക് പോകേണ്ടി വന്ന, ഒടുവിൽ ഇത്രയധികം വർഷം സ്വന്തം ജീവിതം പോലും ഇത്രയധികം നാടിന് വേണ്ടി സമർപ്പിച്ച മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനി ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇത്ര കാലമായിട്ടും വി.ഡി. സവർക്കർ എന്നെ പലപ്പോഴും അപഹസിക്കുന്ന, പരിഹസിക്കുന്ന രീതിയിലൊക്കെ കേരള സമൂഹത്തെ മാറ്റിയെടുത്തിട്ടുണ്ട് മറ്റു പലരും എന്നുള്ളതാണ്. അതിൽ കോൺഗ്രസ് ഉണ്ട്, ഇടതുപക്ഷമുണ്ട്. ഇവർ ഒരുപോലെ തന്നെ ഈ കാര്യത്തിൽ മുന്നിട്ട് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും അങ്ങനെ നിൽക്കുമ്പോഴാണ്, അങ്ങനെ ഒരു സമൂഹത്തിലേക്കാണ് ചരിത്ര സത്യം മറനീക്കിക്കൊണ്ട് ഇത്തരത്തിൽ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ചോദ്യരൂപത്തിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. ഗൗതം, അതായത് അനഘ, കേരളത്തിൽ ഇത് വിവാദമാക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുത്തതാണ്. കാരണം നേരത്തെ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായി വി.ഡി. സവർക്കറുടെ ചിത്രം തിടമ്പിൽ ഉയർത്തുന്ന ഘട്ടത്തിൽ അതിനെതിരെ വിമർശനങ്ങൾ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചോദ്യപേപ്പറിനെയും ഇപ്പോൾ വിമർശിച്ച് ഒരു കൂട്ടം രംഗത്തെത്തുകയാണ്. കാരണം വി.ഡി. സവർക്കർ ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അവർക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തി. കാരണം ഹിന്ദുത്വത്തെ ഡിഫൈൻ ചെയ്ത വ്യക്തിയാണ് വി.ഡി. സവർക്കർ. ഹിന്ദുത്വം എന്നത് ഒരു മത അടിസ്ഥാനത്തിൽ നോക്കിക്കാണേണ്ടതല്ല എന്നും ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരവും ജീവിത പദ്ധതിയുമാണ് ഹിന്ദുത്വം എന്ന് തൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ ഡിഫൈൻ ചെയ്ത ഹിന്ദുത്വ ദേശീയതയുടെ വക്താവായ വി.ഡി. സവർക്കർ. അപ്പോൾ അദ്ദേഹത്തിനെ പ്രശംസിക്കുന്ന എന്ത് കാര്യങ്ങളുണ്ടായാലും അതിനെ വിമർശിക്കുന്ന ഒരു ശൈലി കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾക്കും ഇവിടുത്തെ ഇടത് ജിഹാദി എക്കോസിസ്റ്റത്തിനുണ്ട്. അക്കൂട്ടരാണോ ഇപ്പോൾ ഈ ചോദ്യപേപ്പർ ഇട്ട ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഈ ചോദ്യപേപ്പർ ഇട്ട അധ്യാപകരെയും മറ്റും വിമർശിച്ച് രംഗത്തെത്തുന്നത്?